ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ശരീരത്തിനൊക്കെ വളരെയധികം പ്രതിരോധ ശേഷി കൂടുന്നതിന് വേണ്ടി ഈ കൊറോണ ടൈമിൽ ഏറ്റവും അധികം ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു പാനീയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു വരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കരിഞ്ജീരകമാണ്, അങ്ങാടി കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഒരു ചെറിയ പീസ് മതി. മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക്, ഇതല്ലാതെ വെളുത്തുള്ളിയും ചെറുനാരങ്ങയും പിന്നെ അല്ലാതെ ഗ്രാമ്പൂവും നല്ല നാടൻ തേനും കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം ഇതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ മതി. ഒരു 5, 6 7 ആയാലും കുഴപ്പമില്ല, ഒരുപാട് എരി ആവരുത്. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 6 അല്ലെങ്കിൽ അത്രയും വേണ്ട. നല്ലോണം ഒന്ന് ചതച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഈ 1 കപ്പ് വെള്ളം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ച് എടുക്കുന്നതിന് മുന്നേ ഇതിനകത്ത് 2 സാധനം കൂടി ചേർക്കാനുണ്ട്. അത് ഞാൻ നേരത്തെ നാരങ്ങ കാണിച്ചെന്ന ഒരു നാരങ്ങയുടെ പകുതി പീസെടുത്ത് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ഗ്രാമ്പൂ 2 പീസ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ്, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഇതേപോലെ നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടണം. അതിനുശേഷം നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ല നാടൻ തേൻ 1 ടീസ്പൂൺ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ പകുതി നാരങ്ങ നീരും കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.